നമ്മളിന്നുള്ളത് ഹൈദരാബാദിലാണ് കേട്ടോ. ഗോൽഗുണ്ട ഫോർട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഞങ്ങൾ ഹൈദരാബാദ് എത്തിയത് മുതൽ അവിടുന്ന് പോരുന്നത് വരെ ഡ്രൈവറായിട്ടും ഗൈഡൊക്കെ ആയിട്ട് ഞങ്ങളെ കൂടെ നിന്ന അർഷദ് ഭായ്. കുത്തുബ് ഷാഹി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഗോൽഗുണ്ട. 62 വർഷം എടുത്തിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊല്ലൂർ രക്തഗിരിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയും കാകതീയ രാജവംശത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് കുത്തുബ് ഷാഹി രാജവംശത്തിന്റെ കയ്യിലെത്തുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച രത്നമായ കോഹിനൂർ രത്നം ഉണ്ടായിരുന്നത് ഈ ഗോൽഗുണ്ട ഫോർട്ടിലായിരുന്നു. ഹൈദരാബാദിൽ നിന്നും 10 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. പണ്ടത്തെ ആളുകളുടെ കഴിവ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വളരെ വലുതാണ്. ഭൂനിരപ്പിൽ നിന്നും 400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് നിർമ്മിക്കാൻ അവരെടുത്തിട്ടുള്ള എഫേർട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ എത്ര മാൻ പവറും അതുപോലെ തന്നെ മെഷീനറീസുകളൊക്കെ വേണമെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് എത്ര മനോഹരമായിട്ടാണ് ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. 1143 കാകതീയ രാജാക്കന്മാര് ഒരു മണ്ണുകൊണ്ടുള്ള കോട്ടയായിരുന്നു ആദ്യം ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അത് കുത്തുബ് ഷാഹി രാജവംശത്തിന്റെ കയ്യിലെത്തുകയും അവരാണ് ഈ ഒരു രൂപത്തിലേക്ക് ഈ ഒരു കോട്ടയെ മാറ്റിയെടുത്തിട്ടുള്ളത്. കോട്ടയ്ക്ക് ആവശ്യമായ വെള്ളമെടുത്തിരുന്ന കിണറുകൾ ഒന്നാണ് ഇത്. ഇവിടുന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ബഞ്ചാര ഹിൽസിൽ നിന്നായിരുന്നു പൈപ്പ് മുഖേനയായിരുന്നു ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തണമെങ്കിൽ 720 സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. മുകളിലേക്ക് എത്തിയാൽ ഹൈദരാബാദ് സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഹൈദരാബാദ് പോകുകയാണെങ്കിൽ നിങ്ങൾ ട്രാവലിസ്റ്റിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരിടമാണ് ഗോൽഗുണ്ട ഫോർട്ട്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. ബൈ.